അങ്ങനെ കഴിഞ്ഞ 2 മാസമായി ഒരു നാടിനെ ആകെ ഭീതിയിലാഴ്ത്തിയ വനം വകുപ്പിനെ വട്ടം ചുറ്റിച്ച കാളികാവിലെ നരഭോജി കടുവ കൂട്ടിലായിട്ടുണ്ട്. കരുവാരക്കുണ്ട് സുൽത്താന എസ്റ്റേറ്റിൽ സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ കുടുങ്ങിയത്. 2 മാസമായി വനം വകുപ്പ് അന്വേഷണത്തിലായിരുന്നു. ശാന്തകുമാർ വളാൽത്തുണ്ട്. ശാന്തകുമാർ, അങ്ങനെ കടുവ കൂട്ടിലായി, ഇനി എന്താണ്? വിജയം ചെയ്തു. ഏറെ ആശങ്കയുണ്ടാക്കിയിരുന്ന ഭയം എത്തിയതാണ് നാട്ടുകാർക്കാകെ. ആ കടുവയാണ് ഇപ്പോൾ കൂട്ടിലായിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 2.5 മാസത്തിലധികമായി ദൗത്യ സംഘം വലിയ തോതിൽ തെരച്ചിലും അതിന് ആവശ്യമായ മറ്റ് സജ്ജീകരണങ്ങളുമായുമെല്ലായിരുന്നു ഈ തെരച്ചിലും മറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നത്. 5-ലധികം കൂടുകൾ സ്ഥാപിച്ചിരുന്നു, 60-ലധികം ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു. ഇതിനിടയിൽ പല ഘട്ടങ്ങളിലും ഈ കടുവയുടെ ദൃശ്യങ്ങൾ ക്യാമറയിൽ പതിയുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായി. പക്ഷേ കടുവയെ മാത്രം കണ്ടെത്താനായിരുന്നില്ല. ആ കടുവയാണ് ഇന്ന് ഇപ്പോൾ ഈ സുൽത്താന എസ്റ്റേറ്റിൽ നേരത്തെ സ്ഥാപിച്ച കൂട്ടിൽ ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഏറെ ആശ്വാസത്തിൽ തന്നെയാണ്. 12 വയസ്സുള്ള ഒരു പെൺകടുവയാണ് നേരത്തെ മെയ് 15-ന് ഗഫൂറിനെ കൊലപ്പെടുത്തിയത് എന്ന് കണ്ടെത്തിയിരുന്നു. ആ കടുവ തന്നെയാണ് ഇപ്പോൾ കൂട്ടിലായത് എന്നുള്ളതും വനംവകുപ്പും സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്തായാലും ഈ കടുവയെ തൃശൂർ മൃഗശാലയിലേക്ക് മാറ്റാനാണ് ഇപ്പോൾ ഏകദേശം ധാരണയായിട്ടുള്ളത്. നിലമ്പൂർ സൗത്ത് DFO ധനിക്ലാൽ ഉൾപ്പെടെയുള്ള ഉയർന്ന ഉദ്യോഗസ്ഥ സംഘം അതിനുള്ള ചർച്ചകൾ നടത്തുകയാണ്. വനം വകുപ്പ് മന്ത്രിയുമായും അതുപോലെ തന്നെ വനംവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരുമായും ഉള്ള ചർച്ചകൾക്ക് ശേഷം മാത്രമേ തുടർ നടപടികളിലേക്ക് കടക്കുള്ളൂ. എന്തായാലും ഏകദേശം ധാരണയായിരിക്കുന്നത് ഇപ്പോൾ ഈ പെൺകടുവയെ തൃശൂർ മൃഗശാലയിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയാണ്. ഓക്കെ, ശരി ശാന്തകുമാർ.